ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ചമ്മന്തിയാണ് കേട്ടോ. ഇത് പപ്പട ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടുണ്ട്, കോക്കനട്ട് ഓയിൽ. അതിലേക്ക് 2 പപ്പടം നമുക്ക് കാച്ചിയെടുക്കാം. നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പപ്പടത്തിൻ്റെ ടേസ്റ്റ് കുറവാണെങ്കിൽ വീണ്ടും നമുക്ക് പപ്പടം ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ 2 പപ്പടമാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ആ എണ്ണയിൽ 2 പപ്പടം ഞാൻ കാച്ചിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ എണ്ണയിലേക്ക് തന്നെ ഞാനൊരു 5-6 ചെറിയ ഉള്ളി ഇട്ടൊന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 3 വറ്റൽമുളകും കൂടെ ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം പുളി ഇത്രയും ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ചെറിയ പീസ് പുളിയാണ് ആഡ് ചെയ്യുന്നത്. നമ്മൾ എത്രയാണോ നാളികേരം എടുക്കുന്നത് വെച്ചാൽ അതിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ ഈ പുളിയുടെ അളവ്. ഞാനിവിടെ ഒരു നാളികേരത്തിൻ്റെ അരമുറി നാളികേരം ചിരവി വെച്ചിട്ടുണ്ട് ഈ ഒരു ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് എൻ്റെ മുളകും പുളിയും ചെറിയ ഉള്ളിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഞാൻ ഓഫാക്കിയിട്ടുണ്ട്. ഇനി ഞാൻ നാളികേരം എടുക്കട്ടെ. അപ്പോൾ അത് എൻ്റെ ചെറിയ ഉള്ളിയും വറ്റൽമുളകും അതുപോലെ പുളി റെഡി ആയിട്ടുണ്ട്. നാളികേരത്തെ ഞാനൊരു അരമുറി നാളികേരം എടുത്തിട്ടുണ്ട്. 2 പിടിയാണ് കേട്ടോ അതുള്ളത് നാളികേരം. അതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി, അതുപോലെ നമ്മൾ വഴറ്റി വെച്ച് ഇത്രയും സാധനങ്ങൾ ഇട്ട് കൊടുത്തു. ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഞാനിതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുന്നില്ല. പപ്പടം കൂടെ ഇതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഉപ്പിട്ട് കൊടുക്കുന്നത്. വേണമെങ്കിൽ മാത്രം നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇതൊന്ന് ആദ്യം ഒന്ന് ചതച്ചെടുത്തു. ഇനി ഇതിലേക്ക് 2 പപ്പടം ഞാൻ പൊട്ടിച്ചിട്ട് കൊടുക്കുകയാണ്. ഞാൻ ഉപ്പ് ആഡ് ചെയ്യുന്നില്ല. പപ്പടത്തിൻ്റെയും കൂടെ ടേസ്റ്റ് നോക്കിയതിന് ശേഷം മാത്രം ഉപ്പ് വേണമെങ്കിൽ മാത്രം നമുക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതായത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കട്ടെ. ഇനി നമ്മുടെ ചമ്മന്തി ഇതാട്ടോ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് സെർവ് ചെയ്യാം. ഇത് നമുക്ക് കഞ്ഞിയുടെ കൂടെയും നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ, കറിയൊന്നും നമുക്ക് വേണ്ട, ഈ ചമ്മന്തി കൂട്ടി നമുക്ക് കഴിക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ ടേസ്റ്റ് നോക്കി. അപ്പോൾ ഉപ്പ് ഉണ്ട്, ഇനി ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് കാരണം ഞാൻ ഉപ്പ് ഇട്ട് കൊടുക്കുന്നില്ല. ഞാനിതാ ചോറിൻ്റെ കൂടെ ചമ്മന്തി മാത്രം കൂട്ടി ഞാൻ കഴിച്ചു കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യൂ കേട്ടോ.